LDC ട്രിവാൻഡ്രം 2024 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവ ശരിയായ കാലഗണന ക്രമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. അതായത് ആദ്യം വരുന്നതെന്ന് വെച്ചാൽ ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള 1859 അത് കഴിഞ്ഞ് മലബാർ കലാപം 1921, അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പം വൈക്കം സത്യാഗ്രഹം 1924, ചാന്നാർ ലഹള 1859, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ കലാപം 1921. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളതെന്ന് വെച്ചാൽ സി ആണ്. 1, 3, 4 ആണ് ശരി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അടുത്തത്, 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ജാലിയൻവാലാബാഗ് ദുരന്തം നടന്ന എന്നാണ്? 1919 ഏപ്രിൽ 13 എന്നാണ്? 1919 ഏപ്രിൽ 13 ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു ആണ്. കേരളത്തിൽ ഡോക്ടർ KB മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് എന്നാണ് വെച്ചാൽ ബന്ധമില്ലാത്തത് 2, 4 ആണ് ബന്ധമില്ലാത്തത്. അപ്പം 1, 3 ശരിയാണ്. 1949 സ്ഥാപിതമായത്. അപ്പോൾ നാറ്റോ സ്ഥാപിതമായത് 1949 ഏപ്രിൽ 4 സ്ഥാപിതമായത്. ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയല്ല, ബ്രസൽസ് ആണ്. ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്, ബെൽജിയം. ആസ്ഥാനം ബ്രസൽ, ബെൽജിയമാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ. 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. 2024 നാറ്റോയുടെ വേദി